മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക കരിയറിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്നങ്ങ് അപ്രത്യക്ഷയായി. സിനിമകളില്ല, അഭിമുഖങ്ങളില്ല, പൊതുവേദികളിലുമില്ല. എങ്ങോട്ടായിരിക്കും അവർ പോയത്? അതെ, ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. ഒരു കാലത്ത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ആ അയൽപക്കത്തെ പെൺകുട്ടിയായിരുന്ന കാവ്യ മാധവന് ശരിക്കും എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ഈ കഥയുടെ ചുരുളഴിക്കാൻ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. എങ്ങനെയാണ് നീലേശ്വരം എന്ന ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു സാധാരണ പെൺകുട്ടി ഒരു തലമുറയോടെ തന്നെ ഹരമായി മാറിയത്? ഈ യാത്ര തുടങ്ങുന്നത് 1991 ഒരു ബാലതാരമായിട്ടാണ്. പക്ഷേ കാവ്യയുടെ തലവര മാറിയത് 1999 ചന്ദ്രോദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയില് ദിലീപിന്റെ നായികയായതോടെ. പിന്നെ അങ്ങോട്ടൊരു തരംഗം തന്നെയായിരുന്നു. മീശമാധവൻ, പെരുമഴക്കാലം, അനന്തഭദ്രം, ഹിറ്റുകളുടെ ഒരു ഘോഷയാത്ര. കാവ്യമാധവൻ എന്ന പേര് തന്നെ വിജയത്തിന്റെ പര്യായമായി മാറി. സത്യം പറഞ്ഞാൽ അതവരുടെ അഭിനയം മാത്രമായിരുന്നില്ല. ആ നിഷ്കളങ്കമായ ചിരി, ആ സംസാരം, നമ്മളുടെ കൂട്ടത്തിലൊരാളാണ് എന്നൊരു തോന്നൽ, അതാണ് കാവ്യയെ ഇത്രയധികം പ്രിയപ്പെട്ടവളാക്കിയത്. എന്നാൽ ആ വെള്ളിവെളിച്ചത്തിനു പിന്നിൽ ഒരു സിനിമയെപ്പോലും വെല്ലുന്നൊരു ജീവിത നാടകം അരങ്ങേറുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ആ മനോഹരമായ കഥയില് ആദ്യത്തെ വലിയ ട്വിസ്റ്റ് വരുന്നത്. വിവാദങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ 2009 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു. വിവാഹം കഴിച്ച് സിനിമ ഉപേക്ഷിക്കുന്നു. പക്ഷേ എത്ര പെട്ടെന്നാണോ പോയത്, അത്രയും വേഗത്തിൽ അവർ തിരികെയെത്തി. 1 വർഷത്തിനുള്ളിൽ വിവാഹമോചിതയായി കേരളത്തിലേക്ക്. പക്ഷേ ആ തിരിച്ചുവരവർ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. ആ കൊടുങ്കാറ്റിന്റെ കേന്ദ്രം ഒരാളായിരുന്നു. അന്ന് മഞ്ജുവാര്യരുടെ ഭർത്താവും കാവ്യയുടെ സ്ഥിരം നായകനുമായിരുന്ന ദിലീപ്. സിനിമാ ലോകത്തെ പതിയെ അടക്കം പറച്ചിലുകൾ തുടങ്ങി. മാധ്യമങ്ങൾ അത് ശരിക്കും ആഘോഷിച്ചു. ഈ ഗോസിപ്പുകളോടൊക്കെ കാവ്യ എങ്ങനെയാ പ്രതികരിച്ചതെന്നറിയോ? സമ്പൂർണമായ നിശബ്ദത. അവരൊന്നും മിണ്ടിയില്ല. സിനിമകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ 2015 കഥയിൽ മറ്റൊരു വഴിത്തിരിവ് വന്നു. ദിലീപും മഞ്ജുവാര്യരും നിയമപരമായി വേർപിരിഞ്ഞു. അതോടെ ആ അടക്കം പറച്ചിലുകൾക്ക് ശബ്ദം കൂടി. ഇനി വരാനിരുന്നത് അവരുടെ കരിയർ മാത്രമല്ല, ജീവിതം തന്നെ മാറ്റിമറിച്ച 2 വലിയ സംഭവങ്ങളായിരുന്നു. 2016 ആ അഭ്യൂഹങ്ങളെല്ലാം സത്യമായി. കാവ്യാമാധവൻ ദിലീപിനെ വിവാഹം കഴിച്ചു. ആ വാർത്ത വന്നതോടെ കേരളം ശരിക്കും 2ആയി വിഭജിക്കപ്പെട്ടു. ചിലർക്ക് അതൊരു പ്രണയ സാഫല്യമായിരുന്നു. പക്ഷെ മറ്റു ചിലർക്ക് ആ വിവാഹത്തിന്റെ സമയവും സാഹചര്യങ്ങളും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു. ആ വിവാഹം ഒരു ഭൂകമ്പമായിരുന്നെങ്കിൽ ശരിക്കുള്ള സുനാമി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2017 ആ സുനാമി ആഞ്ഞടിച്ചു. സഹപ്രവർത്തകയായ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം മലയാള സിനിമയെ പിടിച്ചുകുലുക്കി. ആ കേസിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിടത്താണ്. കാവ്യയുടെ ഭർത്താവ് ദിലീപിന്റെ അറസ്റ്റിൽ. അതോടെ അതൊരു സിനിമാ വിവാദമല്ലാതായി ഒരു ദേശീയ വാർത്തയായി മാറി. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ കേസിൽ കാവ്യ ഒരിക്കലും പ്രതിയായിരുന്നില്ല. പക്ഷേ ആ കൊടുങ്കാറ്റിന്റെ നടുവിൽ അവര് പെട്ടുപോയി. വാർത്തകളിലും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും അവരുടെ പേര് നിരന്തരം വലിച്ചിഴക്കപ്പെട്ടു. ആ സമ്മർദ്ദം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതോടെ അവരുടെ കരിയർ പൂർണ്ണമായി നിശ്ചലമായി. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം കാവ്യമാധവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണം എന്ന് നിർണയിക്കുന്ന ഒരു തീരുമാനം. അവർ പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷയായി. അതൊരു പതുക്കെയുള്ള പിൻവാങ്ങലായിരുന്നില്ല. ഒരു സ്വിച്ചിട്ടതുപോലെ എല്ലാം നിർത്തി. പുതിയ സിനിമകളില്ല, അഭിമുഖങ്ങളില്ല, സ്റ്റേജ് ഷോകളുമില്ല. വെള്ളിവെളിച്ചത്തിൽ ജീവിച്ച ആ താരം ആ വെളിച്ചം സ്വയം അണയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം 2018 അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷം കടന്നുവന്നു. മകൾ മഹാലക്ഷ്മിയുടെ ജനനം. ആ ഒരു നിമിഷം അവരുടെ ജീവിതത്തിലെ മുൻഗണനകൾ എന്നേക്കുമായി മാറി. ശ്രദ്ധ മുഴുവൻ സിനിമയിൽ നിന്ന് കുടുംബത്തിലേക്ക് മാറി. അപ്പോ നമ്മളെ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. കാവ്യമാധവൻ ഇന്ന് എവിടെയാണ്? ഉത്തരം വളരെ ലളിതമാണ്. കൊച്ചിയില്, ക്യാമറകളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നുമെല്ലാം ഒരുപാട് ദൂരെ, തന്റെ മകൾക്കും കുടുംബത്തിനുമൊപ്പം അവർ സ്വയം തെരഞ്ഞെടുത്ത ഒരു സ്വകാര്യ ജീവിതം നയിക്കുന്നു. ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരാളിലേക്കുള്ള യാത്രയെ നമുക്കൊരു സമ്പൂർണ്ണ രൂപാന്തരം എന്ന് തന്നെ പറയാം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് ശാന്തമായൊരു ജീവിതത്തിലേക്കുള്ള നാടകീയമായ ഒരു മാറ്റം. ഒരുപക്ഷെ അവർ ഇനി ഒരിക്കലും അഭിനയിച്ചില്ലെങ്കിൽ പോലും അവരുടെ കഥ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകില്ല.
അതൊരു താരോദയത്തിന്റെ കഥയാണ്, അതിജീവനത്തിന്റെ കഥയാണ്, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സെലിബ്രിറ്റി ഡ്രാമയുടെ കഥ കൂടിയാണ്. പക്ഷൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ? ഇത്രയും കഴിവുള്ള ഒരു കലാകാരിയുടെ കഥ ഇവിടെ തീരേണ്ടതാണോ? കാവ്യയെപ്പോലൊരു നടി ഇങ്ങനെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കേണ്ട ആളാണോ? അതോ അവർക്ക് വെള്ളിത്തിരയിൽ ഒരവസരം കൂടി നമ്മൾ നൽകണോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?